എച്ച് സലാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 61,365 വോട്ടാണ് ആകെ സമാഹരിച്ചത്. 44.79%. എം ലിജു ആയിരുന്നു സ്ഥാനാർത്ഥി അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് 50,240 വോട്ട് അദ്ദേഹം സമാഹരിച്ചു. 36.67% കോൺഗ്രസിന് UDF-നുണ്ട്. അനൂപ് ആൻ്റണി ആയിരുന്നു BJP-യുടെ സ്ഥാനാർത്ഥി. 22,389 വോട്ടുണ്ട്. 16.34% ആ മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഉണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം. പിന്നെ അപ്പോൾ ഇത്ര 11,125 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് എച്ച് സലാം അവിടെ നിന്ന് ജയിച്ചത്. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള സാഹചര്യം എങ്ങനെയാണ്? അതായത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പതിറ്റാണ്ടുകൾ ആ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായിരുന്ന, ഞാൻ പറയുന്ന ഏറ്റവും വലിയ CPM നേതാവായിരുന്നല്ല, ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായിരുന്ന G. സുധാകരൻ അപ്പുറത്തേക്ക് മാറിയിട്ട് അവരുടെ പിന്തുണയോടുകൂടി മത്സരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം കണക്കാക്കാവുന്ന കുറച്ച് ലെഫ്റ്റ് വോട്ടുകൾ, കാരണം അദ്ദേഹത്തിന് കുറേ ബന്ധങ്ങളുണ്ടാവുക നിലക്ക്, UDF-ൻ്റെ വോട്ടുകൾ ആകെയുള്ള സമാഹരണം, BJP എന്നുള്ള കുറച്ച് വോട്ടുകൾ CPM വിരുദ്ധമായത് വരിക എന്ന സാഹചര്യം, ഇതൊക്കെ ചേർന്നാൽ വിജയിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം കണക്കാക്കുന്നുണ്ടാകണം. അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകളും UDF പിന്തുണ കൊടുക്കുന്ന ആളുകളും കണക്കാക്കുന്നുണ്ടാകണം. പക്ഷേ ഇതിൽ അദ്ദേഹത്തിൻ്റെ വഞ്ചനയിൽ മനംനൊന്ത ഇടത് ബ്ലോക്ക് അപ്പാടെ തന്നെയും CPM-നൊപ്പം നിന്നിട്ട് എച്ച് സലാമിനെ വൻ ഭൂരിപക്ഷത്തെ വിജയിപ്പിക്കുമെന്നായിരിക്കും LDF-ൻ്റെ കണക്കൂട്ടൽ. എന്ത് സംഭവിക്കാനാണ് സാധ്യതയുള്ളതെന്ന് ഊഹം പറയാൻ ഹർഷൻ ഈ ഘട്ടത്തിൽ തയ്യാറുണ്ടോ? അല്ല, എൻ്റെ ഒരു വിലയിരുത്തൽ, അതായത് ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു ശേഷി കൊണ്ട് മാത്രമല്ല, നമ്മൾ തിരിച്ചറിയാത്ത ഒരു ആൻറ്റി ഇൻകംബൻസി വേവ് അത് സമാന്തരമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ, സംസ്ഥാനത്തുടനീളം നിലനിൽക്കുന്നുണ്ട്, അത് അമ്പലപ്പുഴയിലും പ്രതിഫലിച്ചാൽ അവിടെ ഒരു പക്ഷേ അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ എം ലിജു അത്ര മോശം സ്ഥാനാർത്ഥിയായിരുന്നില്ല. നല്ല സ്ഥാനാർത്ഥിയായിരുന്നു, മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു. മാത്രമല്ല എം ലിജു അപ്പുറത്ത് ഇടതുമുന്നണിയുടെ ആളുകളോട് ചോദിച്ചാലും പലരും പറയുക എന്താണ്, കോൺഗ്രസ്സിലെ കൊള്ളാവുന്ന ഒരു നേതാവാണ്, നിയമസഭയിലൊക്കെ പോയിരിക്കേണ്ട ആളാണെന്ന് പറയും. പക്ഷേ ജയിക്കാവുന്ന ഒരു സ്ഥിതി അമ്പലപ്പുഴ മണ്ഡലത്തിലില്ല. കാരണം ഇടതുമുന്നണിയുടെ ഒരു ഉറച്ച കോട്ടയാണ് ആ നിലയ്ക്ക് നോക്കിയാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ ഏതെങ്കിലും ഈ BJP വോട്ടുകളിൽ നിന്നുള്ള ഒരു ഒഴുക്ക് അത് ഈ സാഹചര്യത്തിൽ, പുതിയ സാഹചര്യത്തിൽ ഉണ്ടായാൽ അത് അനുകൂലമാവുകയും ഒപ്പം കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകളും ഇടതുമുന്നണിയിൽ നിന്ന് കുറച്ച് വോട്ടുകൾ, പക്ഷേ അതിന് സാധ്യത തീരെ കുറവാണ്. ഇപ്പോൾ ഈ G. സുധാകരൻ്റെ ഈ പോക്ക് എന്നുള്ളത്, ഒന്ന് ഈ സമയത്ത് G. സുധാകരൻ അങ്ങനെ ചെയ്തതിനെ ഒരു വഞ്ചനയായി തന്നെയാണ് പൊതുവെ CPM-കാരും CPI-കാരും അടക്കം കാണുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല അവിടെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതികളൊക്കെ ഉണ്ടല്ലോ, എല്ലാ കാലത്തും നമ്മുടെ ഒരു നേതാവ്, മുതിർന്ന നേതാവ്, അതുകൊണ്ടങ്ങ് സഹിച്ചേക്കാം എന്ന മട്ടിൽ CPM പ്രവർത്തകരും സാധാരണക്കാരും ആയിട്ടുള്ള ആളുകൾ ആ നിലയ്ക്ക് സഹിച്ചു പോയിട്ടുണ്ട്. ആ സാഹചര്യത്തിന് മാറ്റം വരുമെന്നാണ് ഇപ്പോൾ അവിടുത്തെ CPM നേതാക്കൾ പറയുന്നത്. ആ സാഹചര്യത്തിന് ഒരു മാറ്റം വന്നിരിക്കുന്നതിൻ്റെ ആശ്വാസമാണുള്ളതെന്ന് CPM പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മത്സരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോവുക. ഈ ഒരു ആൻറ്റി ഇൻകംബൻസി വേവും ഈ BJP-യിൽ നിന്ന് ഇനി എങ്ങാനും G. സുധാകരന് അനുകൂലമായി ചില വോട്ടുകളുടെ വരവ്, ഒപ്പം കോൺഗ്രസ് വോട്ടുകൾക്ക് അപ്പുറത്ത് CPIM വോട്ടുകളുടെ ഒരു വരവൊക്കെ ഉണ്ടായാൽ മാത്രമാണ് അവിടെ ഒരു ജയസാധ്യതയുള്ളൂ. പക്ഷേ അദ്ദേഹം തളരാത്ത പോരാളിയാണ് സനീഷ്. ഒരു കാര്യം ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം ഇവിടെ ഇപ്പോൾ CPIM വളരെ ശക്തമായി തന്നെ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരികയും പ്രകടനം നടത്തുകയും അവിടെ H. നാസറിൻ്റെ നേതൃത്വത്തിൽ വലിയ സമ്മേളനം നടത്തുകയും ഒക്കെ ചെയ്തു. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണണം, കാരണം ഓരോ പോയിന്റും എടുത്തെടുത്ത് ആ മുഴുവൻ പരിപാടിയും അദ്ദേഹം കേട്ടിട്ടുണ്ട്. അതിൻ്റെ ലൈവ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പ്രാദേശിക ചാനലുകളിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ചോദിച്ചറിഞ്ഞിട്ടുണ്ടാവണം. അതിനുശേഷം H. നാസറിനുള്ള മറുപടി, സലാമിനുള്ള മറുപടി, നാസറിനുള്ള മറുപടി, H. സലാമിനുള്ള മറുപടി, ഇങ്ങനെ ഓരോരുത്തർക്കും ഉള്ള മറുപടി പ്രത്യേകം എഴുതി അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർക്കടക്കമുള്ള മറുപടി എഴുതി ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും അദ്ദേഹം പോരാടുന്നുണ്ട്. അതായത് പിന്നെ 1200 ആളുകൾ വന്നു എന്നാണ് പാർട്ടി പറഞ്ഞത്. ഞാൻ പക്ഷേ അത്ര കാണുന്നില്ല, 800 ആളുകൾ പരിപാടിയാണ് അവർ പറഞ്ഞിരുന്നത്. 1200 ആളുകൾ വന്നത്, പക്ഷേ ഒരു 800 ആളുകളെ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ കൃത്യം കണക്കെല്ലാം പറഞ്ഞിട്ടാണ്. എന്ന് മാത്രമല്ല ഹർഷ നോക്കൂ, അതായത് CPIM എന്ന് പറഞ്ഞ പാർട്ടി, ഹർഷൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഈ പറയുന്ന പ്രായപരിധി വെക്കുന്നതിൻ്റെ അപകടം. രാവിലെ 10 മണിയാകുമ്പോഴേക്കും അദ്ദേഹം കാറെടുത്ത് വിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ വരും, അല്ലെങ്കിൽ എവിടുന്ന് ഭക്ഷണം കഴിച്ചു. ആ നിലക്ക് ആക്റ്റീവായിട്ടുള്ള ഒരാളെയാണ് ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നിലയല്ല, ഇപ്പോൾ ഈ പാർട്ടിയുടെ മാത്രമല്ല, ഏത് പാർട്ടിയുടേതാണെങ്കിലും ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പക്ഷേ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. H. സലാം അവിടെ 11,000 വോട്ടുകൾക്കാണ്, അതിലേറെ വോട്ടുകൾക്കാണ് വിജയിച്ചത്. H. സലാം അവിടെ മികച്ച പ്രവർത്തനം ഈ 5 വർഷത്തിനകത്ത് നടത്തിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ആളുകൾക്ക് അവിടെ തർക്കം ഉണ്ടാവില്ല. അപ്പോൾ അതുകൂടെ മറികടന്നിട്ട് വേണം സുധാകരന് വെച്ചിട്ട് UDF-ന് അവരുടെ പ്ലാൻ നടപ്പാക്കിയിട്ട് അവരുടെ ഒരു അംഗമായിട്ട് ഇദ്ദേഹത്തെ നിയമസഭയിലേക്ക് എത്തിക്കാൻ എന്ന കാര്യം കൂടെ നമുക്ക് പരിശോധിക്കണം. എനിക്ക് തോന്നുന്നു ഈ അമലിലേക്ക് പിന്നീട് വരാം. നമുക്ക് സുധാകരനെയും H. സലാമിനെയും ഒരു MLA എന്ന നിലയിൽ ആ മണ്ഡലത്തിലെ ആളുകൾ കണ്ടു വിലയിരുത്തി കഴിഞ്ഞു. അതുകൂടി വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും.